ചില ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തില് ഈശോയെ കുറിച്ചുള്ള യഹൂദരുടെ ഭിന്ന അഭിപ്രായങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഈശോ വരുന്ന സമയത്ത് യഹൂദര് അവനെ കുറിച്ച് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ്. ചിലർ ചോദിക്കുകയാണ്, ഇവൻ തന്നെയാണോ അഭിഷിക്തനായിട്ടുള്ള മനുഷ്യൻ, അല്ലെ രക്ഷകനായിട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടത് ഇവൻ തന്നെയാണോ? ഈ മിശിഹ വരുമ്പോ അങ്ങനെ, അല്ലെങ്കിൽ ക്രിസ്തു വരുമ്പോ ആരും അറിയപ്പെടാതെ വരും എന്നൊക്കെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവനിപ്പോ എല്ലാവർക്കും അറിയാം, ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരസ്യമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് ശരിയാവുക, അല്ലെ? അല്ലെങ്കിൽ രക്ഷകൻ വരുമ്പോ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്നാണ് അവൻ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവൻ ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്ന് തന്നെയാണോ? ഇത് ഏറ്റവും ഒടുവിൽ സൂചിച്ചിട്ട് പറയുകയാണ്, അവനെ കുറിച്ച് അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി എന്ന് പറയുകയാണ്. ഈശോയെ കുറിച്ച് യഹൂദരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഇതേ അവസ്ഥ തന്നെയാണ് ഇന്നത്തെ ലോകത്തിലുള്ളത്. ഈശോയെ കുറിച്ചുള്ള ഭിന്ന അഭിപ്രായങ്ങളുണ്ട്, പല അഭിപ്രായങ്ങളാണ്. ചിലർക്ക് അവൻ പ്രവാചകൻ മാത്രമാണ്, ചിലർക്ക് അവൻ സാധാരണ ഒരു അത്ഭുത പ്രവർത്തകൻ മാത്രമാണ്, ചിലർക്ക് അവൻ ചരിത്രത്തിലുണ്ടായ സാധാരണ ഒരു ചരിത്ര പുരുഷൻ മാത്രമാണ്. എന്നാൽ ചിലർക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ആളുകൾക്ക് അവൻ ഏക രക്ഷകനാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമ്മുടെ ചിന്താഗതി എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഏത് രീതിയിലും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ സഭയും ദൈവവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈശോ എൻ്റെ ഏക രക്ഷകനാണ് എന്ന് വിശ്വസിക്കാനാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ ഈശോയെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ഒരു ബോധ്യം, ഈശോ ഏക രക്ഷകനാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വളരാനുള്ള ആ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്